മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, മോശയുടെ സഹോദരി മിര്യാമിനെ കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം. ഇസ്രായേലിൻ്റെ രക്ഷാചരിത്രത്തിൽ ഒരു നേതാവായി ദൈവം ഉയർത്തിയ ധീരയും പ്രതിപാദനയും ചിലപ്പോൾ പിഴവുകളും ഉണ്ടായ ഒരു വനിതയായിരുന്നു അവൾ. ബൈബിൾ അവളെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ മാത്രമേ പരാമർശിക്കുന്നുള്ളൂവെങ്കിലും ആ രംഗങ്ങളിൽ ധൈര്യവും വിശ്വാസവും ഗാനവും മാനുഷിക ബലഹീനതയും ഉൾക്കൊള്ളുന്ന ഒരു നേതാവായാണ് അവളെ അവതരിപ്പിക്കുന്നത്. അവളിലൂടെ ദൈവം തൻ്റെ രക്ഷാപദ്ധതിയിൽ സ്ത്രീകളെ എങ്ങനെ ശക്തമായി ഉപയോഗിക്കുന്നുവെന്ന് നമുക്ക് വിലയിരുത്താം. മിര്യാത്തിൻ്റെ ജീവചരിത്രം പൂർണ്ണമായി ബൈബിളിൽ ലഭ്യമല്ലെങ്കിലും അവൾ ആരാണെന്ന് കാണാൻ നമുക്ക് അവസരമൊരുക്കുന്ന ചില പ്രധാന കാര്യങ്ങൾ ലഭ്യമാണ്. ഒന്ന്, മോശയുടെ ശൈശവകാല രക്ഷകയായിരുന്ന ജ്യേഷ്ഠ സഹോദരിയായിരുന്നു അവൾ. പുറപ്പാട് ചാപ്റ്റർ 2, 1 മുതൽ 10 വരെ വാക്യങ്ങൾ. മോശയുടെ ജനന ബാല്യഘട്ടത്തിൽ അവൻ്റെ സംരക്ഷകയായ ബാലികയായാണ് മിര്യാമിനെ നാം ആദ്യം ബൈബിളിൽ കാണുക. എല്ലാ ഹെബ്രായ ആൺകുട്ടികളെയും കൊല്ലാൻ ഫറവോൻ ഉത്തരവിട്ടിരുന്നതിനാൽ മോശ ജനിച്ചപ്പോൾ അവൻ്റെ അമ്മ അവനെ 3 മാസം ഒളിപ്പിച്ചു. അത് തുടരാനാവില്ലെന്ന് കണ്ടതിനാൽ അവൾ തന്ത്രപൂർവ്വം ഫറവോയുടെ മകൾ നൈൽ നദിയിലെ കടവിൽ കുളിക്കാനിറങ്ങുന്ന സമയം നോക്കി അടുത്ത് ഞാങ്കണകൾക്കിടയിൽ ഒരു പപ്പൈറസ് കോട്ടയിൽ അവനെ കിടത്തി. പുറപ്പാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങൾ. അവൻ്റെ സഹോദരി ദൂരെ നിന്ന് അവന് എന്ത് സംഭവിക്കുമെന്ന് വീക്ഷിച്ച് കാത്തിരുന്നു. പുറപ്പാട് 2:4. ഈ അസാധാരണ അവസ്ഥയിൽ ഫറവോൻ്റെ മകൾ അപ്രതീക്ഷിതമായി ആ ഹെബ്രായ പൈതലിനെ കണ്ടപ്പോൾ അവൾക്ക് ആ കുഞ്ഞിനോട് അനുകമ്പ തോന്നി. മിര്യാം ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് ആ രാജകുമാരിയോട് ചോദിച്ചു, നിനക്ക് വേണ്ടി ഈ കുട്ടിയെ മുലയൂട്ടി വളർത്തുന്നതിന് ഒരു ഹെബ്രായ സ്ത്രീയെ ഞാൻ വിളിച്ചുകൊണ്ട് വരട്ടെയോ? പുറപ്പാട് 2:7. ആ നീക്കം അപകട സാധ്യതയുള്ളതായിരുന്നെങ്കിലും അത് മിര്യാമിൻ്റെ ഒരു ധീര നടപടിയായിരുന്നു. രാജകുമാരി അതിനെ സമ്മതിച്ചതിനാൽ മിര്യാം ആ ശിശുവിൻ്റെ അമ്മയെ തന്നെ കൊണ്ടുവന്നു. ഫറവോൻ്റെ മകൾ അവളോട് പറഞ്ഞു, നീ ശിശുവിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി മുലയൂട്ടി വളർത്തുക, ഞാൻ നിനക്ക് ശമ്പളം തന്നുകൊള്ളാം. പുറപ്പാടിൻ്റെ 2:9. അങ്ങനെ സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടുന്നതിന് ആ അമ്മയ്ക്ക് പ്രതിഫലം ലഭിച്ചു. നദിക്കരയിൽ മോശയെ വീക്ഷിച്ചിരുന്ന പെൺകുട്ടിയുടെ പേര് പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നില്ല. എന്നാൽ യഹൂദ ക്രൈസ്തവ പാരമ്പര്യങ്ങളിൽ അവൾ മിര്യാമാണെന്ന് കണക്കാക്കുന്നു. ബൈബിൾ മിര്യാമിൻ്റെ ധൈര്യത്തെയും നേതൃത്വത്തെയും പിൽക്കാല ബലഹീനതയെ പോലും എടുത്തു കാണിക്കുമ്പോൾ യഹൂദ പാരമ്പര്യം അവളെ വിശ്വാസ തീഷ്ണതയും പ്രവചന സിദ്ധിയുള്ളവളായി അവതരിപ്പിക്കുന്നുണ്ട്. ചില റബിമാരുടെ രചനകൾ അനുസരിച്ച് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മിര്യാമിന് ആത്മീയ ഉൾക്കാഴ്ചയുണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ എല്ലാ ഹെബ്രായ ആൺകുട്ടികളെയും വധിക്കുവാൻ ഫറവോൻ ഉത്തരവിട്ട അടിമത്തത്തിൻ്റെ ആ ഇരുണ്ട നാളുകളിൽ ബാലികയായിരുന്നപ്പോഴും മിര്യാം പ്രവചിച്ചുവെന്ന് ഈ പാരമ്പര്യങ്ങൾ പറയുന്നു. തൻ്റെ അമ്മ ഒരു ദിവസം ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുവാനിരിക്കുന്ന ഒരു മകനെ പ്രസവിക്കുമെന്ന് അവൾ പ്രവചിച്ചു. അവളുടെ മാതാപിതാക്കളായ അമ്രാമും യോക്കെബേദും ഫറവോൻ്റെ കൽപ്പനയിൽ വളരെ നിരാശരായി. കൂടുതൽ കുട്ടികൾ അപകടത്തിലാകാതിരിക്കാൻ അമ്രാം ഭാര്യയിൽ നിന്ന് വേർപിരിയാൻ പോലും ആലോചിച്ചിരുന്നുവെന്ന് ചില പാരമ്പര്യങ്ങൾ പറയുന്നു. എന്നാൽ പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കാൻ മിര്യാം തൻ്റെ മാതാപിതാക്കളെ പ്രേരിപ്പിച്ചു. അസാധ്യ സാഹചര്യങ്ങളിലും ദൈവം വിശ്വസ്തനായി തുടർന്നുവെന്ന് അവൾ അവരെ ഓർമ്മിപ്പിച്ചു. ആ പ്രോത്സാഹനത്തിലൂടെ അവളുടെ മാതാപിതാക്കൾ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് സന്താനോത്പാദനത്തിന് തയ്യാറായി. അതിനാൽ അവളുടെ പ്രേരണയാൽ ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ നിശ്ചയിക്കപ്പെട്ട മോശയുടെ ജനനം സാധ്യമായി. ഈ പാരമ്പര്യപ്രകാരം മോശയുടെ ജനനത്തിന് മുമ്പ് തന്നെ മിര്യാം രക്ഷാചരിത്രത്തിൻ്റെ ഭാഗമായി. ഭയന്ന് പിൻവാങ്ങുന്നതിന് പകരം അവൾ തൻ്റെ കുടുംബത്തിനുള്ളിൽ ശാന്തവും ശക്തവുമായ വിശ്വാസത്തിൻ്റെ ശബ്ദമായി മാറുന്നു. പിന്നീട് ബൈബിൾ രേഖപ്പെടുത്തുന്നത് പോലെ മിര്യാം തൻ്റെ കുഞ്ഞു സഹോദരനെ കിടത്തിയ ഞാങ്കണക്കൊട്ടയ്ക്ക് കാവലിരിക്കുകയും അവനെ രക്ഷിക്കാൻ ധൈര്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കരുതൽ വഴി നയിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് നാം ഇവിടെ കാണുക. പ്രവചനപരമായ ഉൾക്കാഴ്ചയിലൂടെയും ധീരപ്രവൃത്തിയിലൂടെയും അവൾ കുട്ടിക്കാലത്ത് പോലും ഇസ്രായേലിനെ വീണ്ടെടുപ്പിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ഉപകരണമായി മാറി. മിര്യാമിൻ്റെ സധൈര്യമുള്ള സമയോചിത ഇടപെടലിലൂടെ മോശയുടെ ജീവൻ രക്ഷിക്കപ്പെട്ടു. അവൻ്റെ ഹെബ്രായ വ്യക്തിത്വം സംരക്ഷിക്കപ്പെട്ടു. രാജകൊട്ടാരത്തിൽ നിന്ന് അവന് വിദ്യാഭ്യാസവും നേതൃത്വ പരിശീലനവും ലഭിച്ചു.
ഇതിലൂടെ ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൻ്റെ ഭാവി സുരക്ഷിതമാക്കുവാൻ ദൈവം ഒരു പെൺകുട്ടിയെ ഉപയോഗിച്ചു. 2. പുറപ്പാട് കാലത്തെ പ്രവാചകയും വനിതാ നേതാവും. പുറപ്പാട് 15-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ദൈവം ചെങ്കടൽ വിഭജിച്ച് ഇസ്രായേലിനെ സുരക്ഷിതമായി കടക്കാൻ അനുവദിക്കുകയും ഫറവോന്റെ സൈന്യത്തെ നശിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് വിജയാഘോഷത്തിന്റെ ഭാഗമായി മോശ ശക്തമായ ഒരു വിജയഗീതം ആലപിച്ചു. പുറപ്പാടിന്റെ 15-ാം അധ്യായം 1 മുതൽ 18 വരെ വാക്യങ്ങൾ. അതിൽ മിരിയാമും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പുറപ്പാട് 15:20-21 പറയുന്നു, അപ്പോൾ പ്രവാചകയും അഹ്റോന്റെ സഹോദരിയുമായ മിരിയാം തപ്പ് കയ്യിലെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകളെടുത്ത് നൃത്തം ചെയ്തുകൊണ്ട് അവളെ അനുഗമിച്ചു. മിരിയാം അവർക്ക് പാടിക്കൊടുത്തു, കർത്താവിനെ പാടി സ്തുതിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിൽ എറിഞ്ഞു. ഇവിടെ മിരിയാമിനെ പ്രവാചിക എന്ന് വ്യക്തമാക്കുന്നു. അതുവഴി അവൾ ദൈവത്തിന്റെ പ്രചോദനത്താൽ പ്രവർത്തിക്കുന്നുവെന്ന് കാണിക്കുന്നു. നൃത്തം, ഗാനം എന്നിങ്ങനെ ആരാധനാക്രമ സ്തുതിയിൽ സ്ത്രീകളെ അവൾ സംഘടിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. മോശയുടെ ഗാനത്തിന്റെ പ്രാരംഭ വരി പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് അനുപല്ലവിയായി ആവർത്തിച്ചുകൊണ്ട് കർത്താവിൻ്റെ വിജയം ആഘോഷിക്കുന്നുവെന്ന് അവൾ ഉറപ്പാക്കുന്നു. പിന്നീട് ദൈവം തന്നെ അവളെ ഇസ്രായേലിൻ്റെ നേതാക്കളിൽ ഒരാളായി പരാമർശിച്ചു. ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു, അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു. നിങ്ങളെ നയിക്കാൻ മോശയെയും അഹ്റോനെയും മിരിയാമിനെയും അയച്ചു. മിഖായുടെ പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം. തൻ്റെ ജനത്തെ നയിക്കാൻ ദൈവം അയച്ച വ്യക്തികളിൽ തൻ്റെ 2 സഹോദരന്മാരോടൊപ്പം അവളുടെ പേരും ദൈവം എടുത്തു പറയുന്നുണ്ട്. 3. മോശയ്ക്കെതിരായ മത്സരം. സംഖ്യയുടെ പുസ്തകം അധ്യായം 12. മിരിയാം ഒരു പ്രവാചകയും ആയും ഇസ്രായേലിൻ്റെ ശക്തിയായ നേതാവായും അറിയപ്പെടുന്നുണ്ടെങ്കിലും അവൾ ഒരു തെറ്റ് ചെയ്തതായി ബൈബിളിൽ രേഖപ്പെടുത്തുന്നു. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ആ നിർഭാഗ്യ സംഭവം അഹങ്കാരത്തിൻ്റെ അപകടത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും നമ്മെ പഠിപ്പിക്കുന്നു. മിരിയാമും അഹ്റോനും അവരുടെ ഇളയ സഹോദരനായ മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നതോടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത്. മോശ വിവാഹം കഴിച്ചത് ഒരു കുഷൈറ്റ് സ്ത്രീയെയാണെന്ന് അവർ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും അവരുടെ യഥാർത്ഥ ആശങ്ക കൂടുതൽ ആഴമേറിയതാണ്. മിരിയാമും അഹ്റോനും പ്രധാനപ്പെട്ട റോളുകളാണ് വഹിച്ചിരുന്നത്. മിരിയാം പ്രവാചകയും അഹ്റോൻ മഹാപുരോഹിതനുമായിരുന്നു. എങ്കിലും അവരിൽ ആർക്കുമില്ലാത്ത ഒരു പ്രത്യേക അടുപ്പം മോശയ്ക്ക് ദൈവവുമായി ഉണ്ടായിരുന്നു. തങ്ങളുടെ സ്വന്തം സഹോദരനായ മോശയുടെ അതുല്യ വിളിയിൽ സന്തോഷിക്കുന്നതിന് പകരം അവർക്ക് അസൂയ തോന്നി. അവർ ചോദിച്ചു, കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത്? ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ? സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം. അവരുടെ ആ വാക്കുകൾ നീരസത്തെയും തുല്യ അധികാരത്തിനായുള്ള ആഗ്രഹത്തെയും പ്രകടിപ്പിച്ചു. ദൈവം അഹ്റോനോടും മിരിയാമിനോടും സംസാരിച്ചിരുന്നെങ്കിലും മോശയുമായി അവിടുന്ന് പങ്കിട്ടത് സമാനതകളില്ലാത്ത അടുപ്പത്തോടെയായിരുന്നു. അഹ്റോന് തൻ്റെ പൗരോഹിത്യത്തിനായുള്ള ദിവ്യനിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു. ലേവിയുടെ പുസ്തകം 10-ാം അധ്യായം 8 പോലെ തന്നെ ചില സമയങ്ങളിൽ ദൈവം അവനെ നേരിട്ട് അഭിസംബോധന ചെയ്തു. മഹാപുരോഹിതൻ എന്ന നിലയിൽ ആരാധനയുടെയും ബലിയർപ്പണത്തിൻ്റെയും കാര്യങ്ങളിൽ അവൻ കർത്താവിനാൽ വിളിക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്തു. പുറപ്പാടിൻ്റെ പുസ്തകം 15:20 മിരിയാമിനെയും ഒരു പ്രവാചക എന്ന് വിളിക്കുന്നു. ഇത് അവൾ ദൈവത്തിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ചുവെന്നും ഇസ്രായേലിൻ്റെ ആദ്യകാല ചരിത്രത്തിൽ ഒരു യഥാർത്ഥ പ്രവചന പങ്ക് വഹിച്ചുവെന്ന് സൂചിപ്പിക്കുന്നു. മീഖായിലൂടെ ദൈവം തന്നെ പിന്നീട് മോശയെയും അഹ്റോനെയും മിരിയാമിനെയും തൻ്റെ ജനത്തെ നയിക്കാൻ ഒരുമിച്ച് അയച്ചുവെന്ന് സ്ഥിരീകരിച്ചു. മീഖായുടെ പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം. ദൈവം അഹ്റോനും മിരിയാമുമായി ആശയവിനിമയം നടത്തിയെങ്കിലും മോശയുമായുള്ള അവൻ്റെ ബന്ധം അതുല്യമായിരുന്നു. മിരിയാമിനും അഹ്റോനും ആത്മീയ അധികാരമുണ്ടായിരുന്നെങ്കിലും ഉടമ്പടിയുടെ മധ്യസ്ഥൻ എന്ന ഉന്നത സ്ഥാനം ലഭിച്ചത് മോശയ്ക്ക് മാത്രമാണ്. ദൈവം മോശയ്ക്ക് നൽകിയ അതുല്യ വിളിയെ ബഹുമാനിക്കാത്തതിനാലായിരുന്നു അവരുടെ തെറ്റ്. ദൈവം പ്രശ്നത്തിൽ ഉടൻ ഇടപെട്ടുകൊണ്ട് മോശ, അഹ്റോൻ, മിരിയാം എന്നീ 3 സഹോദരങ്ങളെയും സമാഗമന കൂടാരത്തിലേക്ക് വിളിച്ചു. അവിടെ മോശയ്ക്കും മറ്റ് പ്രവാചകന്മാർക്കും ഇടയിലുള്ള വ്യത്യാസം കർത്താവ് വിശദീകരിച്ചു. സാധാരണയായി പ്രവാചകന്മാർക്ക് ദർശനങ്ങളും സ്വപ്നങ്ങളും ലഭിക്കുമെങ്കിലും മോശ ദൈവവുമായി നേരിട്ടും വ്യക്തമായും അധരത്തിൽ നിന്നും അധരത്തിലേക്ക് സംസാരിച്ചിരുന്നു. ഇത് മോശ സ്വയം നേടിയ ഒരു പദവിയല്ല, അത് ദൈവം അദ്ദേഹത്തിന് നൽകിയ ഒരു സമ്മാനമായിരുന്നു. അതിനാൽ മോശയ്ക്കെതിരെ സംസാരിക്കുക എന്നതിനർത്ഥം ദൈവത്തിൻ്റെ സ്വന്തം പദ്ധതിക്ക് എതിര് നിൽക്കുക എന്നാണ്. കർത്താവ് അപ്രത്യക്ഷനായപ്പോൾ മിരിയാമിന് കുഷ്ഠരോഗം പിടിപെട്ടു. അവളുടെ ചർമ്മം മഞ്ഞുപോലെ വെളുത്തു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസനെതിരെ അവൾ പറഞ്ഞ വാക്കുകളുടെ ഗൗരവത്തിൻ്റെ അടയാളമായി ഈ ദൃശ്യമായ കഷ്ടത മാറി.
സംഭവിച്ചതിൽ നടുങ്ങിയ അഹറോൻ മോശയുടെ നേരെ തിരിഞ്ഞ് അവരോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചു. മോശ മടി കൂടാതെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഞാൻ കേണപേക്ഷിക്കുന്നു, ദൈവമേ അവളെ സുഖപ്പെടുത്തണമേ. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം. ഈ നിമിഷത്തിൽ മോശയുടെ കാരുണ്യ പ്രവൃത്തി ക്രിസ്തുവിൻ്റേതുപോലെയായിരുന്നു. മോശയാണ് ദ്രോഹിക്കപ്പെട്ടതെങ്കിലും തന്നോട് ദ്രോഹിച്ചവർക്ക് വേണ്ടി അവൻ മധ്യസ്ഥത വഹിച്ചു. ക്രിസ്തുവിനെ പോലെ ആക്രമിക്കപ്പെട്ടയാൾ തന്നെ ആക്രമിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവളുടെ പിതാവ് അവളുടെ മുഖത്ത് തുപ്പിയതുപോലെ അവൾ നാണക്കേട് സഹിക്കണമെന്ന് ദൈവം ഉത്തരം നൽകുന്നു. അതിനാൽ അവൾക്ക് 7 ദിവസത്തേക്ക് ആചാരപരമായി സാമൂഹികമായും ഒറ്റപ്പെട്ട് പാളയത്തിന് പുറത്ത് വസിക്കേണ്ടി വന്നു. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 14-ാം വാക്യം. അങ്ങനെ മിര്യാമിനെ 7 ദിവസത്തേക്ക് പാളയത്തിൽ നിന്ന് പുറത്താക്കി. അവിടെ അകത്ത് പ്രവേശിപ്പിക്കുന്നത് വരെ ജനം യാത്ര പുറപ്പെട്ടില്ല. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 15-ാം വാക്യം. അവൾ പൂർവ്വസ്ഥിതിയിൽ എത്തും വരെ മുഴുവൻ സമൂഹവും യാത്ര നിർത്തി. മിര്യാം വീണുപോയെങ്കിലും ഒരു നേതാവായി അവൾ അപ്പോഴും സ്നേഹിക്കപ്പെടുകയും വിലമതിക്കപ്പെടുകയും ചെയ്തുവെന്ന് ഇത് കാണിക്കുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധിയും അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസന്മാർക്കെതിരെ സംസാരിക്കുന്നതിൻ്റെ ഗൗരവവും ഈ സംഭവം വ്യക്തമാക്കുന്നു. മധ്യസ്ഥതയുടെ ശക്തിയും നീതിയുടെയും കരുണയുടെയും സംയോജനവും ഇത് പ്രകടമാക്കുന്നുണ്ട്. മിര്യാമിന് ശിക്ഷ ലഭിച്ചെങ്കിലും അവൾ ദൈവത്താൽ തിരസ്കരിക്കപ്പെട്ടില്ല. ശുദ്ധീകരണത്തിന് ശേഷം സമൂഹത്തിലെ അവളുടെ സ്ഥാനം പുനഃസ്ഥാപിതമായി. മിര്യാമിൻ്റെ പാപത്തെ ലാഷോൺ ഹാര, അതായത് ദുഷിച്ച സംസാരം എന്ന് വിശേഷിപ്പിച്ചു. കുഷ്ഠം ശരീരത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് പോലെ വാക്കുകൾ സ്വന്തം ആത്മാവിനെ ദോഷം ചെയ്യുമെന്ന് വിശ്വാസികളെ ഇത് ഓർമ്മിപ്പിക്കുന്നു. ക്രൈസ്തവ ദർശനം ഇവിടെ വിനയത്തിന് പ്രാധാന്യം നൽകുന്നു. ഒരു വ്യക്തി എത്ര കഴിവുള്ളവനോ വിശുദ്ധനോ ആണെങ്കിലും അഹങ്കാരം ഹൃദയത്തിൽ കടന്നുകൂടാം. അതേസമയം മോശയുടെ പ്രാർത്ഥനയിലൂടെ മിര്യാം പുനഃസ്ഥാപിക്കപ്പെട്ടതിനാൽ മധ്യസ്ഥതയുടെ ശക്തിയും ഇവിടെ വെളിപ്പെടുത്തുന്നു. ഈ സംഭവം മിര്യാമിൻ്റെ മഹത്വം എടുത്തു കളയുന്നില്ല. പകരം അത് അവളുടെ മനുഷ്യത്വത്തെയും ദൈവത്തിൻ്റെയും മോശയുടെയും കാരുണ്യത്തെയും കാണിക്കുന്നു. അവൾ തെറ്റ് ചെയ്തുവെങ്കിലും തിരുത്തൽ സ്വീകരിച്ചു, പശ്ചാത്തപിച്ചു, തിരികെ അവൾ സ്വാഗതം ചെയ്യപ്പെട്ടു. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ പരാജയങ്ങളെക്കാൾ വലുതാണെന്നും അവൻ്റെ ശിക്ഷണം വിശുദ്ധിയിലേക്ക് തിരികെ എത്തിക്കുമെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 4. മിര്യാമിൻ്റെ കിണർ. മിര്യാമുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട യഹൂദ പാരമ്പര്യങ്ങളിൽ ഒന്നാണ് മിര്യാമിൻ്റെ കിണർ. പുരാതന റബികളുടെ അഭിപ്രായത്തിൽ മരുഭൂമിയിലെ 40 വർഷക്കാലം ഇസ്രായേലിന് അത്ഭുതകരമായ ഒരു ജലസ്രോതസ് ദൈവം നൽകി. ആളുകൾ യാത്ര ചെയ്യുമ്പോൾ അവരെ പിന്തുടരുന്ന ഒരു കിണർ അല്ലെങ്കിൽ പാറ ഉണ്ടായിരുന്നു. മിര്യാമിൻ്റെ യോഗ്യത, അവളുടെ വിശ്വാസം, ഇസ്രായേലിൻ്റെ രക്ഷയിൽ അവൾ വഹിച്ച അനിവാര്യ പങ്ക് എന്നിവ കാരണം ഈ ജീവജല സ്രോതസ് ദൈവം ഇസ്രായേലിന് ഒഴുക്കിയെന്ന് വിശ്വസിക്കപ്പെട്ടു. മിര്യാം ജീവിച്ചിരുന്നിടത്തോളം കാലം മരുഭൂമിയിൽ ആളുകൾക്ക് ഒരിക്കലും വെള്ളത്തിന് കുറവുണ്ടായിരുന്നില്ല. സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ ഈ പാരമ്പര്യത്തിൻ്റെ ന്യായീകരണം കാണാം. കാദേശിൽ മിര്യാമിൻ്റെ മരണം ബൈബിളിൽ രേഖപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ അവിടെ ജനത്തിന് വെള്ളം ലഭിച്ചില്ല എന്ന് പറയുന്നു. സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായം 2-ാം വാക്യം. ഈ പശ്ചാത്തലത്തിൽ മിര്യാമിൻ്റെ മരണത്തോടെ ആ കിണർ അഥവാ അവരെ അനുഗമിച്ചിരുന്ന പാറയിൽ നിന്നുള്ള ജലം ലഭ്യമാകാതിരുന്നുവെന്ന് യഹൂദ പാരമ്പര്യം പഠിപ്പിക്കുന്നു. പ്രത്യാശ, സ്ഥിരോത്സാഹം, വിശ്വാസം എന്നിവയെ പ്രതീകപ്പെടുത്തുന്ന അവളുടെ സാന്നിധ്യം തരിശായ മരുഭൂമിയിൽ ഇസ്രായേലിന് ഉന്മേഷദായകമായ ജലം സമൃദ്ധമായി ഒഴുക്കി. അവൾ മരിച്ചപ്പോൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന അത്ഭുത നീരുറവ വരണ്ടു. ഇസ്രായേലിയർ ദൈവത്തെ എത്രമാത്രം ആശ്രയിച്ചിരുന്നുവെന്നും മിര്യാമിലൂടെ അവർക്ക് എന്തുമാത്രം ദൈവപരിപാലനം ലഭിച്ചിരുന്നുവെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു. ചില പാരമ്പര്യങ്ങൾ ഈ കിണറിനെ അവരുടെ യാത്രയിൽ ഇസ്രായേലിനോടൊപ്പം സഞ്ചരിച്ച ഒരു പാറയായും പിന്നീട് വാഗ്ദത്ത ദേശത്ത് ഒരു നിഗൂഢ നീരുറവയായി പ്രത്യക്ഷപ്പെട്ടെന്നും പരാമർശിക്കുന്നു. ഈ വിശ്വാസം ബൈബിളിൽ സ്ത്രീകളുടെ നൂറ്റാണ്ടുകളിലൂടെയുള്ള ആത്മീയ നേതൃത്വത്തിൻ്റെ ശക്തമായ പ്രതീകമായി മാറി. മന്നയ്ക്ക് മോശയെയും സംരക്ഷണ മേഘത്തിന് അഹ്റോനെയും ഓർമ്മിക്കുന്നത് പോലെ ജനങ്ങളുടെ ജീവൻ നിലനിർത്തിയ ജലത്തിന് മിര്യാം അനുസ്മരിക്കപ്പെട്ടു. ബൈബിളിലെ വെള്ളം മിര്യാം ഉൾക്കൊള്ളുന്ന സദ്ഗുണങ്ങളായ ജീവൻ, ശുദ്ധീകരണം, അനുകമ്പ, ദൈവത്തിൻ്റെ സ്ഥിരമായ പരിചരണം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ പാരമ്പര്യം ഇന്നും പല യഹൂദ ഭവനങ്ങളിലും തുടരുന്നുണ്ട്. പെസഹാ വിരുന്നിൽ ചില കുടുംബങ്ങൾ മേശപ്പുറത്ത് മിര്യാമിൻ്റെ കപ്പ് എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക കോപ്പയിൽ വെള്ളം വയ്ക്കുന്നു. പരമ്പരാഗത പെസഹാ ക്രമത്തിൽ വീഞ്ഞു നിറച്ച ഏലിയായുടെ പാനപാത്രം ഉൾപ്പെടുമ്പോൾ മിര്യാമിൻ്റെ പാനപാത്രത്തിൽ വെള്ളം അടങ്ങിയിരിക്കുന്നു. അത് അവളുടെ കിണറിനെ
പ്രതീകപ്പെടുത്തുകയും ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ അവശ്യ പങ്കുവഹിച്ച സ്ത്രീകളുടെ ധൈര്യത്തെയും വിശ്വാസത്തെയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. മോശയെപ്പോലുള്ള മഹാന്മാരായ നേതാക്കളിലൂടെ മാത്രമല്ല, മിരിയാമിനെ പോലുള്ള സ്ത്രീകളുടെ ശാന്തമായ ശക്തിയിലൂടെയും വിശ്വസ്തതയിലൂടെയും കൂടിയാണ് വീണ്ടെടുപ്പ് ഉണ്ടായത് എന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. ക്രൈസ്തവ കാഴ്ചപ്പാടിൽ ദൈവം പലപ്പോഴും തൻ്റെ ജനത്തെ നിലനിർത്താൻ സ്ത്രീകളുടെ വിശ്വാസവും സാന്നിധ്യവും ഉപയോഗിക്കുന്നു. മരുഭൂമിയിൽ മിരിയാമിൻ്റെ കിണർ ഇസ്രായേലിനെ പരിപോഷിപ്പിച്ചതുപോലെ പരിശുദ്ധ കന്യകാമറിയം ജീവജലമായ ക്രിസ്തുവിനെ തന്നെ ലോകത്തിന് പ്രദാനം ചെയ്തു. 5. മിരിയാമിൻ്റെ ജീവിതാന്ത്യം. ഇസ്രായേൽ ജനം 1-ാം മാസത്തിൽ സിൻ മരുഭൂമിയിലെത്തി. അവർ കാദേശിൽ താമസിച്ചു. അവിടെ വെച്ച് മിരിയാം മരിച്ചു. അവളെ അവിടെ സംസ്കരിച്ചു. സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യം. മിരിയാമിൻ്റെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ ബൈബിൾ ഹ്രസ്വമായി പരാമർശിക്കുന്നുള്ളൂവെങ്കിലും ഇതേക്കുറിച്ച് യഹൂദ പാരമ്പര്യം കൂടുതൽ വിശദീകരണം നൽകുന്നുണ്ട്. അതിൻ പ്രകാരം മിരിയാമിൻ്റെ മരണം ഒരു പ്രിയപ്പെട്ട നേതാവിൻ്റെ നഷ്ടം മാത്രമല്ല, മുഴുവൻ ജനതയെയും അത് ഉടനടി വേദനയിൽ ആഴ്ത്തി. മിരിയാമിൻ്റെ ശവകുടീരത്തെക്കുറിച്ച് ബൈബിൾ വിവരിക്കുന്നില്ലെങ്കിലും പിൽക്കാലത്തെ പല യഹൂദ എഴുത്തുകാരും അത് കാദേശ് ബർണിയ പ്രദേശത്തായിരുന്നുവെന്ന് രേഖപ്പെടുത്തി. മധ്യകാല യാത്രക്കാർ ജോർദാനിലെ പെട്രയ്ക്ക് സമീപം അവളുടെ വിശ്രമസ്ഥലം അടയാളപ്പെടുത്തുന്ന ഒരു ദേവാലയം കണ്ടതായി അവകാശപ്പെട്ടു. എന്നാൽ അത്തരം തിരിച്ചറിയലുകൾ അനിശ്ചിതത്വത്തിലാണ്. മോശയെയും അഹ്റോനെയും പോലെ മിരിയാം സമാധാനത്തിൻ്റെയും വിശുദ്ധിയുടെയും അവസ്ഥയിൽ അന്തരിച്ചുവെന്നായിരുന്നു പ്രബലമായ വിശ്വാസം. ചില റബ്ബികൾ അവരുടെ മരണം ദൈവത്തിൻ്റെ ചുംബനത്താൽ ആയിരുന്നിരിക്കാമെന്ന് വിശേഷിപ്പിച്ചു. മിരിയാമിൻ്റെ മരണത്തിനും ആത്മീയ അർത്ഥമുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടി വിലാപകാലം ബൈബിളിൽ പരാമർശിക്കാത്തതിനാൽ ചില റബ്ബിമാർ അഭിപ്രായപ്പെട്ടത് ദാഹത്തിൻ്റെ പ്രതിസന്ധിയിലൂടെയാണ് ജനങ്ങളുടെ അഗാധമായ ദുഃഖം പ്രകടിപ്പിക്കപ്പെട്ടത് എന്നാണ്. ആ ജലക്ഷാമം അവളുടെ പ്രാധാന്യത്തിൻ്റെ നിശബ്ദ സാക്ഷ്യമായി വർത്തിച്ചു. ഈ പാരമ്പര്യങ്ങളിലൂടെ മോശയുടെയും അഹ്റോന്റെയും സഹോദരിയായി മാത്രമല്ല, വിശ്വാസവും ശക്തിയും സ്ഥിരോത്സാഹവും തൻ്റെ ജനങ്ങൾക്ക് ജീവിതവും പ്രത്യാശയും നൽകിയ ഒരു സ്ത്രീയായും മിരിയാം ഓർമ്മിക്കപ്പെടുന്നു. ദൈവം പലപ്പോഴും തൻ്റെ ദാസരുടെ ശാന്തമായ വിശ്വസ്തതയിലൂടെയാണ് പ്രവർത്തിക്കുന്നത് എന്നും അവരുടെ സ്വാധീനം അവർ പോയതിനു ശേഷവും വളരെ കാലം തുടരുന്നുവെന്നും അവളുടെ ജീവിതാന്ത്യ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, മോശയുടെയും അഹ്റോന്റെയും മൂത്ത സഹോദരിയായും ഒരു പ്രവാചകയും ആരാധനാക്രമ നേതാവുമായും പുറപ്പാട് തലമുറയുടെ സഹനേതാവായും ദൈവത്തിൻ്റെ ശിക്ഷണത്താൽ തിരുത്തപ്പെട്ട ഒരു പാപിനിയായും ഇസ്രായേലിൻ്റെ കഥയിൽ ഓർമ്മ നിലനിൽക്കുന്ന ഒരു സ്ത്രീയായും മിരിയാമിനെ നമുക്ക് കാണാം. നമുക്കിനി മോശയുടെ സഹോദരി മിരിയാമും യേശുവിൻ്റെ അമ്മയായ മറിയവും തമ്മിലുള്ള താരതമ്യം നോക്കാം. ചില ക്രൈസ്തവ രചയിതാക്കൾ മോശയുടെ സഹോദരിയായ മിരിയാമിനെ യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ ഒരു മാതൃക അല്ലെങ്കിൽ മുഴുനിഴലായി കാണുന്നുണ്ട്. ഈ രണ്ട് വനിതകളും ഓരോ വലിയ വിമോചകനോടൊപ്പം നിൽക്കുന്നു. ഇസ്രായേലിനെ ഈജിപ്തിന് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച മോശയോടൊപ്പം മിരിയാമും, മനുഷ്യരാശിയെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിപ്പിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കൂടെ മറിയവും. രക്ഷാചരിത്രത്തിൽ ദൈവം സ്ത്രീകളിലൂടെ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുന്ന മാതൃകകൾ അവരുടെ ജീവിതം പങ്കിടുന്നു. അവരുടെ പേരുകൾ പോലും അവരെ ബന്ധിപ്പിക്കുന്നു. കാരണം മിരിയാം എന്ന ഹീബ്രു നാമത്തിൻ്റെ ഗ്രീക്ക് വാക്കാണ് മറിയം എന്നത്. മിരിയാം എന്ന ഹീബ്രു പേരിന് പ്രിയപ്പെട്ടവൾ, ആഗ്രഹിച്ച കുട്ടി, കയ്പ്, ശക്തി അല്ലെങ്കിൽ പ്രതിരോധം എന്നിവയുൾപ്പെടെ നിരവധി അർത്ഥങ്ങളുണ്ട്. മിരിയാമിൻ്റെയും മറിയത്തിൻ്റെയും ജീവിതത്തിൽ ഈ പര്യായ പദങ്ങൾ പ്രസക്തമാണ്. ഈജിപ്തിൽ ഇസ്രായേലിയരുടെ അടിമത്തത്തിൻ്റെ കയ്പിൽ ജനിച്ച മിരിയാമിൻ്റെ പേര് അന്നത്തെ കയ്പേറിയ സാഹചര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. അവൾ ദൈവം തിരഞ്ഞെടുത്ത വിമോചകനായ തൻ്റെ സഹോദരനെ രക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തവളും അവളുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവളും പ്രധാനപ്പെട്ടവളുമായിരുന്നു. പിന്നീട് ചെങ്കടൽ കടന്ന ശേഷം അവൾ ഇസ്രായേലിലെ സ്ത്രീകളെ ആരാധനയിൽ നയിച്ചുകൊണ്ട് ശ്രദ്ധേയമായ ശക്തിയും ധൈര്യവും പ്രകടിപ്പിച്ചു. ഇസ്രായേലിൻ്റെ അടിമത്തത്തിൻ്റെ വേദനയും ജനതയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഉറച്ച വിശ്വാസവും ശക്തിയും അവളുടെ പേര് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് അതേ പേര് പ്രസക്തിയേറിയതായി കാണാം. കൃപ നിറഞ്ഞവളും ദൈവപിതാവിന് പ്രിയപ്പെട്ട മകളുമാണ് അവൾ. ദുഃഖത്തിൻ്റെ ഒരു വാൾ അവളുടെ ഹൃദയത്തിൽ തുളച്ചു കയറുമെന്ന് ശെമയോൻ പ്രവചിച്ചതുപോലെ അവളും ഏറെ കയ്പ് അനുഭവിച്ചു. മിരിയാമിനെ പോലെ മറിയവും അഗാധമായ ശക്തിയെ ഉൾക്കൊണ്ടുകൊണ്ട് മംഗളവാർത്താ സമയത്ത് അചഞ്ചല വിശ്വാസത്തോടെ പ്രത്യുത്തരിക്കുകയും കാൽവരിയിലെ കുരിശും ചുവട് വരെ സഹനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. മിരിയാം എന്ന പേരിൻ്റെ പര്യായങ്ങൾ മറിയത്തിൽ അവയുടെ ഏറ്റവും ഉയർന്ന പ്രകടനത്തിലെത്തുന്നു. അവൾ രക്ഷകന്റെ മാതാവായും
പുതിയ പുറപ്പാടിൻ്റെ പുതിയ മിരിയാമായി മാറിക്കൊണ്ട് ദൈവത്താൽ സ്നേഹിക്കപ്പെടുകയും ദുഃഖത്തിലൂടെ രൂപപ്പെടുകയും വിശ്വാസത്തിൽ ശക്തിയായി കാണപ്പെടുകയും ചെയ്തു. ദൈവജനത്തിൻ്റെ രക്ഷാചരിത്രത്തിലെ നിർണായക വഴിത്തിരിവുകളിൽ 2 സ്ത്രീകളും പ്രത്യക്ഷപ്പെടുന്നു. ഇസ്രായേലിൻ്റെ ദേശീയ സ്വത്വത്തിൻ്റെ തുടക്കത്തിൽ മിരിയാം ഉയർന്നു വരുന്നു. ഫറവോന്റെ അടിച്ചമർത്തലിൻ്റെ 2 ദിനങ്ങളിൽ അവൾ തൻ്റെ മാതാപിതാക്കളെ പ്രോത്സാഹിപ്പിക്കുകയും പിന്നീട് ചെങ്കടലിൽ കടന്ന ശേഷം ഇസ്രായേലിൻ്റെ ആദ്യത്തെ മഹത്തായ സ്വാതന്ത്ര്യ ഗീതം ആലപിക്കുകയും ചെയ്യുന്നു. പുതിയ ഉടമ്പടിയുടെ പ്രഭാതത്തിൽ യേശുവിൻ്റെ മാതാവായ മറിയം പ്രത്യക്ഷപ്പെടുന്നു. മംഗളവാർത്താ സമയത്ത് ദൈവേഷ്ടത്തിന് സമ്മതം നൽകിയ അവൾ രക്ഷകനെ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്തു. ശിശുവായിരുന്ന യേശുവിനെ സംരക്ഷിക്കാൻ അവൾ ഈജിപ്തിലേക്കും തിരികെ നസ്രത്തിലേക്കും യാത്ര ചെയ്തു. കുരിശൻ ചുവട്ടിൽ യാതനകൾ കടിച്ചമർത്തി മകന് പിന്തുണ നൽകി അവൾ നിന്നു. അങ്ങനെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ ചരിത്ര നിമിഷങ്ങളിൽ ഈ 2 സ്ത്രീകളും ദൈവത്തിൻ്റെ പദ്ധതിയുടെ സമാന ഉപകരണങ്ങളായി മാറുന്നു. ദുർബലമായ കുട്ടിയുടെ ജീവൻ സംരക്ഷിക്കുന്നതിൽ അവരുടെ പങ്ക് മറ്റൊരു ശ്രദ്ധേയമായ സമാന്തരമാണ്. നൈൽ നദിയുടെ ഞാങ്കണകൾക്കിടയിൽ ഒളിപ്പിക്കേണ്ടി വന്ന മോശയെ മിരിയാം സംരക്ഷിക്കുകയും ഫറവോന്റെ മകൾ ഞാങ്കണക്കൊട്ട കണ്ടെത്തുമ്പോൾ മിരിയാമിൻ്റെ സമയോചിത ഇടപെടലിലൂടെ അവനെ രക്ഷിക്കുകയും ചെയ്യുന്നു. പുറപ്പാടിൻ്റെ 2-ാം അധ്യായം 1 മുതൽ 10 വരെ. ഹെറോദസ് രാജാവ് ശിശുവായ യേശുവിനെ വധിക്കാൻ തേടുമ്പോൾ ദൂതന്റെ മുന്നറിയിപ്പിന് പ്രകാരം യോസഫും മറിയവും കുട്ടിയുമായി ഈജിപ്തിലേക്ക് പലായനം ചെയ്ത് അവൻ്റെ ജീവൻ സംരക്ഷിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 15 വരെ വാക്യങ്ങൾ. കൊലപാതകികളായ രാജാക്കന്മാരുടെ വധശ്രമത്തിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത വിമോചകരെ 2 സ്ത്രീകളും സുരക്ഷിതരാക്കി. ദൈവത്തിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളോട് ഇരുവരും സ്തുതിഗീതങ്ങളിലൂടെ പ്രതികരിക്കുന്നുണ്ട്. ചെങ്കടൽ കടന്ന ശേഷം മിരിയാം ഇസ്രായേൽ സ്ത്രീകളെ സന്തോഷകരമായ ആരാധനയിൽ നയിച്ചു. കർത്താവിനെ പാടി സ്തുതിക്കുവാൻ, എന്നാൽ അവിടുന്ന് മഹത്വപൂർണ്ണമായ വിജയം നേടിയിരിക്കുന്നു എന്ന അവളുടെയും മോശയുടെയും ഗീതം തലമുറകൾ പാടിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പുറപ്പാട് 15:21. നൂറ്റാണ്ടുകൾക്ക് ശേഷം യേശുവിൻ്റെ അമ്മയായ മറിയവും ദൈവസ്തുതിഗീതം ആലപിച്ചു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് തുടങ്ങി തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു എന്നതുൾപ്പെടെ അവൾ പാടി. ലൂക്കോസ് 1-ാം അധ്യായം 46 മുതൽ 55 വരെ വാക്യങ്ങൾ. തൻ്റെ ജനത്തെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലനത്തിന് ഇരുവരും കാവ്യാത്മകമായ ആവിഷ്കാരം നൽകുന്നു. അങ്ങനെ അവർ ശക്തവും വിശ്വാസം നിറഞ്ഞതുമായ ആരാധനയുടെ മാതൃകകളായി. മറ്റൊരു പൊതുവിശേഷണമാണ് മിരിയാമിൻ്റെയും മറിയത്തിൻ്റെയും നേതൃത്വം. മിരിയാം ഒരു പ്രവാചിക എന്ന് വിളിക്കപ്പെടുകയും ഇസ്രായേലിലെ സ്ത്രീകളെ ആരാധന ആഘോഷത്തിൽ നയിക്കുകയും ചെയ്തപ്പോൾ മറിയം ദൈവമാതാവായും ആദ്യത്തെയും പൂർണ്ണവുമായ ശിഷ്യയായും സഭയുടെ മാതൃകയായി നിലകൊള്ളുന്നു. ഇസ്രായേലിനെ അതിൻ്റെ ആദ്യ നാളുകളിൽ നയിക്കാൻ മിരിയാം സഹായിച്ചതുപോലെ മറിയ സഭയെ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ നയിക്കുകയും ദൈവജനത്തിനു വേണ്ടി മധ്യസ്ഥത വഹിച്ചുകൊണ്ട് അവളുടെ മാതൃപരിചരണം തുടരുകയും ചെയ്യുന്നു. ഈ കാരണങ്ങളാൽ മറിയത്തിൽ ദൈവം പൂർണ്ണതയിൽ ചെയ്യാനിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന പഴയ നിയമ വ്യക്തിയായിട്ടാണ് സഭ പലപ്പോഴും മിരിയാമിനെ കാണുന്നത്. സമാനതകൾ പലതുണ്ടെങ്കിലും പഴയ നിയമത്തിലെ മിരിയാമും പുതിയ നിയമത്തിലെ മറിയവും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടെന്നത് ശ്രദ്ധേയമാണ്. പഴയ നിയമത്തിലെ മിരിയാമിനെ വിശുദ്ധയായി കണക്കാക്കിയിരുന്നുവെങ്കിലും അവൾ അസൂയയിൽ വീണുപോയി. മോശയുടെ അധികാരത്തെ വെല്ലുവിളിച്ചതിനാൽ ദൈവശിക്ഷയ്ക്ക് കാരണമായി. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം. എന്നാൽ പുതിയ മറിയം അമലോത്ഭവ എന്ന നിലയിൽ ജന്മപാപത്തിൻ്റെയും കർമ്മപാപത്തിൻ്റെയും എല്ലാ കളങ്കങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട് ജീവിതത്തിൽ ഉടനീളം പാപരഹിതയായി ജീവിച്ചു. മധ്യസ്ഥ എന്ന നിലയിൽ മിരിയാമിൻ്റെ പങ്ക് പ്രവചനത്തിലും ആരാധനാക്രമ നേതൃത്വത്തിലും മാത്രമായി പരിമിതപ്പെടുത്തിയപ്പോൾ മറിയത്തിൻ്റെ പങ്ക് തികച്ചും അതുല്യമാണ്. ദൈവമാതാവ് എന്ന നിലയിൽ അവൾ മനുഷ്യ അവതാരവുമായും ക്രിസ്തുവിൻ്റെ രക്ഷാപദ്ധതിയുമായും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടാതെ നമ്മുടെ ആത്മീയ അമ്മ എന്ന നിലയിൽ അവൾ സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ദൈവത്തോടുള്ള മിരിയാമിൻ്റെ പ്രതികരണത്തിൽ ധൈര്യത്തിൻ്റെ നിമിഷങ്ങളും പരാജയത്തിൻ്റെ നിമിഷങ്ങളും ഉൾപ്പെടുന്നു. മറിയത്തിൻ്റെ പ്രതികരണമാകട്ടെ, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന സ്ഥിരതയുള്ളതും അചഞ്ചലവുമായ ഒരു ഫിയാത്താണ്. ലൂക്ക 1:38. ആ വിശ്വാസ പ്രഖ്യാപനം മുതൽ കുരിശു വരെയും പെന്തക്കോസ്തായിലെ ആദ്യകാല സഭയിലും അവൾ വിശ്വസ്തയായി തുടരുന്നു. പഴയ നിയമത്തിലെ മഹത്തായ വനിതയായി മിരിയാം ബഹുമാനിക്കപ്പെടുമ്പോൾ മറിയ സഭയുടെ അമ്മ, സ്വർഗരാജ്ഞി, ക്രിസ്തുവിൻ്റെ പൂർണ്ണ ശിഷ്യ എന്നീ നിലകളിൽ വിശ്വാസത്തിലും ഭക്തിയിലും സമുന്നത സ്ഥാനം വഹിക്കുന്നു. മിരിയാമിനെ കുറിച്ച് ധ്യാനിക്കുന്നത് ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. ഇസ്രായേലിൻ്റെ വിമോചനത്തിൻ്റെ തുടക്കത്തിൽ മിരിയാം നിൽക്കുമ്പോൾ മനുഷ്യരാശിയുടെ രക്ഷയുടെ പ്രാരംഭത്തിൽ മറിയം നിലകൊള്ളുന്നു.
മറിയത്തിൽ പ്രകാശിക്കുന്ന വലിയ കൃപയെ മിരിയാം മുൻനിഴലാക്കി. പഴയ ഉടമ്പടി പുതിയതിലേക്ക് വഴിയൊരുക്കുന്നു. ലോകരക്ഷകനായ യേശുവിൻ്റെ അമ്മ എന്ന നിലയിൽ മറിയത്തിൻ്റെ ഉന്നത ദൗത്യത്തെ വിലമതിക്കാൻ മിരിയാം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുന്നു. ഇനി നമുക്ക് മിരിയാമിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ ഇവയെന്ന് നോക്കാം. ഒന്ന്, ധൈര്യശാലികളായ യുവഹൃദയങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ഒരു പെൺകുട്ടി എന്ന നിലയിൽ മോശയെ രക്ഷിക്കാൻ മിരിയാം ഫറവോയുടെ മകളോട് സംസാരിക്കാൻ ധൈര്യപ്പെട്ടു. കുട്ടികളുടെയും യുവാക്കളുടെയും പ്രത്യാശയിലൂടെയും കരുതലിലൂടെയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിന് കഴിയും. രണ്ട്, ആരാധനയിൽ നേതൃത്വം പ്രകടമാക്കാം. ചെങ്കടൽ കടന്ന ഉടനെ മിരിയാം വനിതകളെ കർത്താവിൻ്റെ മുമ്പാകെ പാട്ടും നൃത്തവുമായി നയിക്കുന്നു. സഭയിലെ യഥാർത്ഥ നേതൃത്വം ആത്മപ്രശംസയിലേക്കല്ല, മറിച്ച് ദൈവസ്തുതിയിലേക്കാണ് നമ്മെ നയിക്കേണ്ടത്. മൂന്ന്, അസൂയ വിശുദ്ധ ശുശ്രൂഷകരെ പോലും അപകടത്തിലാക്കും. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ മോശയോടുള്ള മിരിയാമിൻ്റെ അസൂയ, മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്ത് അസൂയപ്പെടുന്നത് ദൈവകൃപ ലഭിച്ചവരെ പോലും എങ്ങനെ വിഷലിപ്തമാക്കുമെന്ന് കാണിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മുടെ സ്ഥാനം നാം അംഗീകരിക്കുകയും ദൈവം മറ്റുള്ളവർക്ക് നൽകുന്ന ദാനങ്ങളിൽ സന്തോഷിക്കുകയുമാണ് വേണ്ടത്. 4, ദൈവത്തിൻ്റെ ശിക്ഷണം നമ്മെ രക്ഷിക്കാനാണ്, അല്ലാതെ തിരസ്കരിക്കാനല്ല. മിരിയാമിൻ്റെ കുഷ്ഠരോഗവും പുനഃസ്ഥാപനവും പഠിപ്പിക്കുന്നത് ദൈവം നമ്മെ തിരുത്തുമ്പോൾ അത് നമ്മെ ശുദ്ധീകരിക്കാനും രക്ഷിക്കാനുമാണ്, അല്ലാതെ നമ്മെ നശിപ്പിക്കാനല്ല എന്നാണ്. അവൻ്റെ നീതിയും കരുണയും ഒരുമിച്ച് പോകുന്നു. 5, ദൈവിക പദ്ധതിയിൽ സ്ത്രീകൾക്ക് നിർണായക പങ്കുണ്ട്. മിരിയാമും മോശയോട് സഹകരിച്ച മറ്റു വനിതകളും ഇല്ലായിരുന്നുവെങ്കിൽ പുറപ്പാടിൻ്റെ കഥ വ്യത്യസ്തമായേനെ. കുടുംബങ്ങളിലും ഇടവകകളിലും സമൂഹത്തിലുമുള്ള സ്ത്രീകളുടെ വിശ്വാസം, സന്മാർഗത, സ്ഥിരോത്സാഹം എന്നിവ എല്ലാ യുഗങ്ങളിലും ദൈവം പ്രയോജനപ്പെടുത്തുന്നു. അവരുടെ സേവനം വിലമതിക്കത്തക്കതാണ്. നമുക്ക് ഒരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, മോശയുടെ ജീവൻ സംരക്ഷിക്കാനും അങ്ങയുടെ ജനത്തെ സ്തുതിയിൽ നയിക്കാനും മിരിയാമിൻ്റെ കഴിവുകളിലൂടെയും ബലഹീനതകളിലൂടെയും ഇസ്രായേലിനെ പഠിപ്പിക്കുവാനും അവളെ അങ്ങ് തിരഞ്ഞെടുത്തല്ലോ. ദുർബലരെ സംരക്ഷിക്കുവാനുള്ള മിരിയാമിൻ്റെ ധൈര്യവും ആരാധനയിലെ ആനന്ദവും അങ്ങയുടെ തിരുത്തൽ സ്വീകരിക്കുന്ന എളിമയുള്ള ഹൃദയവും ഞങ്ങൾക്ക് നൽകണമേ. യേശുവിൻ്റെ അമ്മയായ മറിയത്തെ പോലെ ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതി പാടിക്കൊണ്ട് അസൂയപ്പെടാതെ സഹോദരി ഐക്യത്തിൽ വാഗ്ദത്ത ദേശമായ സ്വർഗത്തിലേക്ക് ഒരുമിച്ച് നീങ്ങാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ.